നയൻതാരയുടെ ഏറ്റവും പുതിയ ചിത്രമായ അന്നപൂരണി ദ ഗോഡസ് ഓഫ് ഫുഡ് എന്ന സിനിമയ്ക്കെതിരെയുള്ള കേസുമാണിപ്പോൾ ചർച്ച. ചിത്രം വലിയ വിവാദമായിരിക്കുകയാണ്. ഹിന്ദു സേവാ പരിഷത്ത് നൽകിയ പരാതിയെ തുടർന്ന് മധ്യപ്രദേശ് പോലീസ് സിനിമയുടെ നിർമ്മാതാക്കൾക്കും നയൻതാര ഉൾപ്പെടെയുള്ള അഭിനേതാക്കൾക്കുമെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു. മതവികാരത്തെ വ്രണപ്പെടുത്തി ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിച്ചു തുടങ്ങി ചിത്രത്തിനെതിരെ ഹിന്ദുത്വ സംഘങ്ങൾ ഉയർത്തിയ ആരോപണങ്ങളെല്ലാം ഏറെക്കുറെ ഇപ്പോൾ ലക്ഷ്യം കാണുകയാണ്. സമാന ആരോപണങ്ങളോടെ ഹിന്ദു IT സെൽ സ്ഥാപകൻ രമേശ് സോളങ്കി നൽകിയ പരാതിയിൽ മുംബൈ പോലീസ് നേരത്തെ തന്നെ കേസെടുത്തിരുന്നു. രമേശ് സോളങ്കി നൽകിയ പരാതിക്കും തുടർന്ന് വരുന്ന കോലാഹലങ്ങൾക്കുമെല്ലാം മറ്റൊരു ടാർഗറ്റിംഗ് ഫേസ് കൂടിയുണ്ട്. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾക്കെതിരെയും ഉള്ളടക്കങ്ങൾക്കെതിരെയും ഇക്കൂട്ടർ അടിച്ചുവിട്ട മുൻകാല പ്രചാരണങ്ങൾ പരിശോധിച്ചാൽ അത് മനസ്സിലാകും. ഇന്ത്യയിൽ OTT പ്ലാറ്റ്ഫോമുകളിലും അല്ലാതെയും പുറത്തിറങ്ങിയ പല സിനിമകളും ഇത്തരത്തിൽ സെൻസർ ചെയ്യപ്പെടുന്നതും വിചാരണ ചെയ്യപ്പെടുന്നതും ഇതാദ്യമായല്ലെന്ന് സാരം. പ്രശ്നത്തിൽ തങ്ങളൊരു റിസ്ക് എടുക്കാൻ തയ്യാറല്ലെന്ന മട്ടിലാണ് നെറ്റ്ഫ്ലിക്സ് പ്രതികരിച്ചിരിക്കുന്നത്. അന്നപൂരണി നെറ്റ്ഫ്ലിക്സിൽ നിന്നും ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുകയാണ്. ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്നാൽ ഇന്ത്യയിൽ OTT പ്ലാറ്റ്ഫോമുകൾ പല പ്രൊജക്റ്റുകളിൽ നിന്നും പിന്മാറുന്നത് ആദ്യ സംഭവമല്ലെന്ന് ഓർമ്മിക്കേണ്ടതുണ്ട്. രാജ്യത്തെ ഹിന്ദുത്വ സംഘങ്ങളുടെ വെട്ടുകിളി ആക്രമണം തന്നെയാണ് അതിനു പിന്നിൽ. 2019 ഹിന്ദുത്വ സംഘങ്ങൾ നെറ്റ്ഫ്ലിക്സും പ്രൈം വീഡിയോയും ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുകയും പ്ലാറ്റ്ഫോമുകൾക്കെതിരെ പരാതി നൽകുകയും ചെയ്തതോടെയാണ് ഈ വാമൂടിക്കെട്ടലെല്ലാം തുടങ്ങുന്നത്. ഹിന്ദു മതത്തെയും ഇന്ത്യയെയും അവഹേളിക്കുന്ന ഉള്ളടക്കത്തെ തടയുക എന്നതായിരുന്നു ഇക്കൂട്ടരുടെ പ്രഖ്യാപിത ലക്ഷ്യം. താണ്ഡവ് എന്ന പൊളിറ്റിക്കൽ സീരീസിലാണ് അതെല്ലാം പിന്നീട് ചെന്നെത്തിയത്. രാജ്യവ്യാപകമായി ഇവർ അഴിച്ചുവിട്ട പ്രചാരണങ്ങളിൽ ആദ്യം ഞെരുങ്ങിയത് ആമസോൺ പ്രൈമാണ്. 2021 പുറത്തിറങ്ങിയ സെയ്ഫ് അലി ഖാൻ അഭിനയിച്ച താണ്ഡവിനെതിരെ അത്രമേൽ വലിയ ആക്രമണമായിരുന്നു ഹിന്ദുത്വ സംഘങ്ങൾ അഴിച്ചുവിട്ടത്. ഹിന്ദു ദൈവത്തെ പരിഹസിച്ചെന്നാരോപിച്ച് സീരീസിനെതിരെ രാജ്യത്തുടനീളം പരാതികൾ നൽകുകയായിരുന്നു. പ്രശ്നങ്ങളെ തുടർന്ന് പ്രൈം വീഡിയോ എക്സിക്യൂട്ടീവ് അപർണ പുരോഹിത്തിനെതിരെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇതേ ഭയമാണ് അനുരാഗ് കശ്യപിന്റെ മാക്സിമം സിറ്റിയോടുള്ള നെറ്റ്ഫ്ലിക്സിന്റെ നോയ്ക്ക് പിന്നിലെന്ന് കഴിഞ്ഞ വർഷം വാഷിംഗ്ടൺ പോസ്റ്റ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. അനുരാഗ് കശ്യപിന്റെ 3 ഭാഗങ്ങളുള്ള സീരീസ് ഹിന്ദു മതഭ്രാന്ത് പ്രമേയമാക്കുന്നെന്നും വിവാദ ഘടകങ്ങൾ ഉള്ളതിനാൽ വിമർശനങ്ങൾ ഉണ്ടാകുമെന്നുമുള്ള ആശങ്കയിലാണ് നെറ്റ്ഫ്ലിക്സ് സീരീസ് ഉപേക്ഷിക്കുന്നത്. ഇതുമാത്രമല്ല, അടിയന്തരാവസ്ഥ പ്രമേയമാക്കിയ വിക്രമാദിത്യ മൊഢ്വാനയുടെ ഇന്ദിരാസ് എമർജൻസി എന്ന ഡോക്യുമെന്ററിയിൽ നിന്നും നെറ്റ്ഫ്ലിക്സ് പിന്മാറിയിരുന്നു. മോദി ഭരണകൂടത്തെക്കുറിച്ചുള്ള മറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ ചിത്രത്തിലുണ്ടെന്ന വാദത്തിലായിരുന്നു സ്ട്രീം ചെയ്യാതിരുന്നത്. ദി റെയിൽവേ മെൻ, ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് ഭോപ്പാൽ 1984 എന്ന നെറ്റ്ഫ്ലിക്സ് സീരീസിന്റെ റിലീസും വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ദിബാകർ ബാനർജിയുടെ ടീസ് എന്ന സീരീസ് നെറ്റ്ഫ്ലിക്സ് നിരസിക്കുന്നതിനെയും ഇതേ പശ്ചാത്തലത്തിൽ വായിക്കേണ്ടതുണ്ട്. താണ്ഡവിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം തന്നെയാണ് ഇതിന് പിന്നിലെന്നും സംവിധായകൻ അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. OTT പ്ലാറ്റ്ഫോമുകളെ നിയന്ത്രിക്കുന്നതിനുള്ള ആദ്യ ഒരുക്കം നടക്കുന്നത് 2021 ഇന്ത്യൻ സർക്കാർ സെൽഫ് റെഗുലേറ്ററി സിസ്റ്റം ഏർപ്പെടുത്തിയതോടെയാണ്. ഇതുപ്രകാരം സ്ട്രീമിംഗ് കമ്പനികൾ കാഴ്ചക്കാരുടെ പരാതികൾ 15 ദിവസത്തിനുള്ളിൽ പരിഹരിക്കണം. അല്ലാത്ത പക്ഷം ഗവൺമെന്റ് സമിതിയിൽ നിന്നും നിയന്ത്രണ പരിശോധന നേരിടേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ സർക്കാർ വലിക്കുന്ന ചരടിനറ്റത്താണെന്നർത്ഥം. ഷാരൂഖ് ഖാന്റെ പത്താൻ സിനിമയ്ക്കെതിരെയും ഇത്തരത്തിൽ വിദ്വേഷ പ്രചാരണം ഉണ്ടായതാണ്. സിനിമയിലെ ഗാനം പുറത്തിറങ്ങിയതോടെയായിരുന്നു വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്. അവിടെയും പ്രശ്നം വ്രണപ്പെടുന്ന ഹിന്ദു വികാരമായിരുന്നു. കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ IFFI സ്ക്രീനിൽ പോലും എത്തുമ്പോഴാണ് മറുവശത്ത് വളരെ നിസ്സാരമായി സിനിമകളും സീരീസുകളും സെൻസർ ചെയ്യപ്പെടുകയും പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്നാൽ 2019 താണ്ഡവിനെതിരെ വന്ന വിദ്വേഷ പ്രചാരണങ്ങൾക്ക് തുടക്കമിട്ട രമേശ് സോളങ്കി തന്നെയാണ് ഇപ്പോൾ അന്നപൂരണിക്കെതിരെയും ആദ്യം രംഗത്ത് വന്നിരിക്കുന്നത്. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾക്കും ഉള്ളടക്കങ്ങൾക്കുമെതിരെ സോഷ്യൽ മീഡിയ വഴി ക്യാമ്പയിൻ നടത്തുന്ന ഹിന്ദുത്വ സംഘങ്ങളിലെ പ്രധാനിയാണ് രമേശ് സോളങ്കി. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾക്ക് കൂച്ചുവിലങ്ങിടാൻ തന്നെപ്പോലുള്ള ഹിന്ദു ദേശീയവാദികൾ ഒത്തുകൂടിയ 100 കണക്കിന് വാട്സപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളെക്കുറിച്ച് സോളങ്കി തന്നെ പറയുന്നുണ്ട്. കമ്പനികൾക്കെതിരെ പരാതി നൽകാൻ മുന്നോട്ട് വരുന്നവർക്ക് സാമ്പത്തിക നിയമസഹായം പോലും ഗ്രൂപ്പുകൾ വഴി ലഭ്യമാക്കുന്നുണ്ട്. ഇന്ത്യയെയും ഇന്ത്യയിലെ ജനങ്ങളെയും സൈന്യത്തെയും വിമർശിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രതിച്ഛായ തകർക്കുന്നുവെന്നാണ് ഇവരുടെ വാദം.
അന്നപൂരണി വിഷയത്തിലാണെങ്കിൽ നെറ്റ്ഫ്ലിക്സിന്റെ ഇന്ത്യൻ മേധാവി മോണിക്ക ഷെർഗിലിനെതിരെയുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അന്ന് OTT പ്ലാറ്റ്ഫോം മാപ്പ് പറയുകയും ചിത്രത്തിലെ ചില രംഗങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. സംഘപരിവാർ അജണ്ടകൾക്ക് ചേരാത്തതിനെ ബഹിഷ്കരിച്ചു കളയുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് അന്നപൂരണി എന്ന് മാത്രം.